നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്കൂളിൽ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ പ്രാരംഭത്തിലുണ്ടാവുന്ന പഠന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുണ്ടായി. ആ ബുദ്ധിമുട്ട് കുറച്ചു കാലം കൂടി നീണ്ടു നിൽക്കുമ്പോൾ അത് കുട്ടികളുടെ പഠനത്തിനെയും ലേണിങ്ങിനെയും വളർച്ചയെയും ഒക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പല വീഡിയോയിലും. അപ്പോൾ ആ പഠന പ്രശ്നത്തിലത്തെ ഒരു പ്രശ്നമായിട്ടുള്ള റീഡിംഗ് പ്രോബ്ലത്തിനെ കുറിച്ച് നമുക്കിന്നൊന്ന് സംസാരിക്കാം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം റീഡിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. കുട്ടികൾക്ക് വായിക്കാനുള്ള ബുദ്ധിമുട്ട് നമ്മൾ എത്ര പറഞ്ഞ് പഠിപ്പിച്ചാലും അല്ലെങ്കിൽ അവരോട് അത് പറയണമെന്ന് ഇന്ന രീതിയിൽ വായിക്കൂ പറഞ്ഞ് നമ്മൾ എത്ര പ്രാവശ്യം ട്രെയിനിങ് കൊടുത്താലും അവർ പിന്നെയും അത് കൃത്യമായിട്ട് ചെയ്യാതിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വായിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അത്തരം കുട്ടികളെ എങ്ങനെ നമ്മൾ ട്രെയിനിങ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. എല്ലാവരും ഇത്തരം പ്രശ്നങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ചിലർക്ക് ബേസ് തീരെ ഇല്ലാത്ത കാരണം കൊണ്ടും വായനയിൽ ബുദ്ധിമുട്ടുണ്ടാവാം. ചിലർക്ക് ലേണിംഗ് ഡിഫറൻസസ് അല്ലെങ്കിൽ ലേണിംഗ് ഡിഫിക്കൽട്ടീസിൻ്റെ ഭാഗമായിട്ടും വായനയിൽ ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പം ഈ വായനയിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ നമ്മൾ മാറ്റിയിരുത്താതെ എങ്ങനെ ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് വായന മുന്നോട്ട് കൊണ്ടുപോവാം എന്ന് നമുക്ക് ആലോചിക്കാം. അപ്പോൾ പല കുട്ടികളിൽ കാണപ്പെടുന്ന പുവർ വൊക്കാബുലറി ഗ്രോത്ത്, അതായത് ഈ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്ത് വരുന്നതിലുണ്ടാവുന്ന അല്ലെങ്കിൽ ഓരോ അക്ഷരങ്ങൾ പഠിക്കുന്നതിലും വാക്കുകൾ പഠിക്കുന്നതിലും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, തീരെ പറ്റായകകൾ, സ്ലോനെസ് ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. പാരൻസിനോട് പറയുന്നത് കുട്ടികളോട് നന്നായി സംസാരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ചെറിയ പ്രീ KG-കളിലൊക്കെ വിടുന്നത് നല്ലതെന്ന് നമ്മൾ പറയാറുണ്ട്. പിന്നെ ഈ കുട്ടികൾ കൊഞ്ചി സംസാരിക്കുമ്പോൾ അതേപോലെ തന്നെ നമ്മളും കൊഞ്ചി അവരോട് സംസാരിക്കരുത്. നമ്മൾ ശരിക്കുള്ള വാക്ക് തന്നെ കുട്ടിക്ക് ആവർത്തിച്ച് പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരണം. ഇപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ അതൊരു കൗതുകത്തിന്റെ ഭാഗമായിട്ട് അതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞാലും അത് തന്നെ പറയുമ്പോൾ നമ്മൾ തന്നെ ദേഷ്യപ്പെടും. അപ്പോൾ കുട്ടിക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും. ഈ കൺഫ്യൂഷൻ പല രീതിയിൽ കുട്ടികളെ ബുദ്ധിമുട്ടിക്കും. സെൽഫ് എസ്റ്റീം വളരെ കുറയും. എവിടെയെങ്കിലും ഇപ്പോൾ സ്റ്റേജിലൊക്കെ കയറിയ ഫിയർ ആയിരിക്കും കുട്ടിക്ക് പറയാനായിട്ട്. ഉത്തരങ്ങൾ അറിയും, പക്ഷെ പുറത്തേക്ക് പറയാൻ പേടിയുണ്ടായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള വിഷമങ്ങൾ കുട്ടികൾ അനുഭവിക്കാറുണ്ട്. തനിക്ക് കഴിവില്ല എന്നുള്ള തോന്നലുകൾ വരും. അത് കുട്ടിയുടെ ഭാവി ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷേ ഈ പഠനത്തിന് പിന്നാക്കം വരുന്ന കുട്ടികളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരുടെ പുസ്തകങ്ങളൊക്കെ ഷാബി നോട്ട് ആയിരിക്കും. ചിലർ കവർ ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. ചിലതിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ഓരോ ചാപ്റ്ററിന്റെ പേരൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ എഴുതി പോയിട്ടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ABCD എന്നുള്ളത് ഫോണറ്റിക് ലാംഗ്വേജ് പറഞ്ഞു, അത് ചിലപ്പോൾ വായിക്കല് അറിയാതെയൊക്കെ വരാം. അപ്പം നമ്മൾ പിന്നെയും വായിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ചുമരിൽ ഒന്നുമില്ലെങ്കിൽ നല്ലൊരു ബോർഡ് ഉണ്ടാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ചാർട്ട് പേപ്പേഴ്സ് വെച്ചിട്ടായാലും മതി, അക്ഷരങ്ങൾ എഴുതിയിടുക. എന്നിട്ട് ആ അക്ഷരങ്ങൾ ഓരോ ദിവസവും ഒരു അക്ഷരം വെച്ച് ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഇരിക്കുന്നവരുണ്ട്. അപ്പം നമ്മളത് കൃത്യമായിട്ട് അവരോട് വായിപ്പിച്ച് നോക്കുക, അവരത് പറയുന്നുണ്ടോ നോക്കുക. പിന്നെ അതിൻ്റെ ഫോണറ്റിക് ലാംഗ്വേജ് വെച്ച് പറയുക. അപ്പോൾ Aക്ക് A, Bക്ക് B, Cക്ക് എന്നൊക്കെ, Dക്ക് D എന്നൊക്കെ പറയണ മാതിരി അങ്ങനെ വായിച്ചു പോവുക. അത് കഴിഞ്ഞാൽ നമ്മൾ 2 അക്ഷര വാക്കുകൾ പഠിപ്പിക്കുക. അപ്പോൾ B ആണ് ബാഡ് എന്നുള്ളൊരു വേർഡാണ് നമുക്ക് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണ്ടെങ്കിൽ BA ആദ്യം പറയുക. അപ്പം Bയും Aയും കൂടിയിട്ട് എങ്ങനെയാണ് വായിക്കുക ചോദിക്കുക, Cയും Aയും കൂടിയിട്ട് എങ്ങനെയാണ് വായിക്കുക ചോദിക്കുക. അങ്ങനെ ഓരോന്നും കൂട്ടി വായിക്കുക എങ്ങനെ ചോദിക്കുക. അത് കഴിഞ്ഞ് അടുത്ത ലെറ്റർ കയറ്റുക, D കയറ്റുക. അപ്പം BAD ബാഡ്, CAT കാറ്റ്, അങ്ങനെ കുട്ടിയെ കൊണ്ട് വായിപ്പിക്കുക. അതായത് വൊക്കാബുലറി വർദ്ധിപ്പിക്കുക. ഒപ്പം തന്നെ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഒപ്പം ഇതുപോലെ ചാർട്ട് പേപ്പർ ഉണ്ടാക്കുക, ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കുക. നമുക്ക് എന്തൊക്കെ ഇതിനൊരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഒന്നുമില്ല. നമ്മുടെ മനസ്സിൽ നമ്മളുടെ കുട്ടിക്ക് ഇത് മനസ്സിലാക്കാൻ എന്തൊക്കെ ഐഡിയാസ് വേണോ ആ ഐഡിയാസ് മുഴുവൻ അവിടെ ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മൾ പണിയെടുക്കുന്ന സമയത്ത്, കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ നമ്മൾ ഇരുന്നിട്ട് മൊബൈൽ നോക്കുകയാണെങ്കിൽ പോലും കുട്ടി വന്ന് നമ്മളുടെ അടുത്തിരുന്ന് ഓരോന്ന് പറയുമ്പോൾ നമ്മൾ അവനത് പറഞ്ഞു കൊടുക്കുന്നത് വളരെ നല്ലത്. അവനെ ചേർത്ത് കൂടെ ഇരുത്തി നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കുട്ടിക്ക് കുറച്ചും കൂടി സന്തോഷം ഉണ്ടാവും. മൊബൈൽ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കണേ, കുട്ടിയെ കൂടെ ശ്രദ്ധിക്കേണ്ടത്, അവന് പറഞ്ഞ് മനസ്സിലാക്കാനുണ്ട്. അങ്ങനെ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു കളിയിലൂടെ കൂടെ ആവുകയാണെങ്കിൽ ഭയങ്കര രസകരമായിരിക്കും പാരൻസിനും ഒപ്പം തന്നെ കുട്ടിക്കും. അത് ഒരു അമ്മയുടെയും അച്ഛൻ്റെയും കൂട്ടുത്തരവാദിത്തമാണ് വീട്ടിൽ വന്നാൽ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത്.
കുട്ടികളുടെ പഠന പ്രശ്നങ്ങളുടെ ഓരോ ഭാഗത്തിനെ കുറിച്ചും അതിൻ്റെ റെമഡിയൽ ടീച്ചിങ്ങിനെ കുറിച്ചും ഉള്ള വീഡിയോകൾ ഇനിയും ഇടുന്നതാണ്. ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടിനും താങ്ക് യു.